മണ്ണുകാര് റോഡ് ക്ലീൻ ചെയ്യണില്ല എന്ന് തോന്നുന്നു. മണ്ണുകൊണ്ടൊന്ന് ആക്കിയ പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. ബൈക്കുകാർ ഉരുണ്ട് വീഴും. കാറുകാർക്ക് പ്രശ്നമല്ല, മണ്ണ് കിടന്നു റോഡിൽ. ബൈക്കുകാർ ചിലപ്പോൾ അതിൽ സ്ലിപ്പ് ചെയ്താൽ ഒരു ചെറിയൊരു മഴ പെയ്താൽ അതിൽ സ്ലിപ്പ് ചെയ്താൽ വണ്ടി പോണ വഴി കാണില്ല. ബൈക്കും സ്കൂട്ടറും ഒക്കെ സ്പീഡില്ല. പേര് മാത്രമേ ബെൻസെന്നുള്ളൂ. KL 792624 ബെൻസിനോ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബെൻസിനോ ഓവർടേക്ക് ചെയ്തതാണ്. ഇതൊന്ന് പണിത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ് നാഷണൽ ഹൈവേ. ടാറിങ് കഴിഞ്ഞിട്ട് വീണ്ടും മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടേക്കും. പണിയൊക്കെ KSEBക്കാർക്ക്, KSEBയുടെ ഒക്കെ അവർക്ക് അതൊക്കെ അതിന് മുമ്പ് ചെയ്യേണ്ടതല്ലേ അവരൊക്കെ ഈ കുത്തിപ്പൊളിച്ചിട്ടുള്ളതൊക്കെ. അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേക്ക് കാശടിക്കും. എന്നിട്ട് KSEB മൊത്തം നഷ്ടത്തിലാന്ന് പറയുകയും ചെയ്യും. ചെയ്യേണ്ട സമയമൊന്നും കൃത്യമായിട്ട് അവർ ചെയ്യില്ല. ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കണമെന്ന് അറിയില്ല. സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ സൈറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ കൂടുതൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ അത് കട്ടിങ്ങിന് ചാർജ് ചെയ്യും. ഒരു സ്ക്വയർ മീറ്റർ കണക്കാക്കി ഇത്ര സ്ക്വയർ മീറ്റർ ഇത് അതിൻ്റെ ആ പറയുന്ന ആളുകൾ കൊടുക്കേണ്ടി വരും, ഡിമാൻഡ് ചെയ്യണ ആളുകൾ. കാരണം ഇത് ചെയ്യണതിന് മുമ്പ് ഓൾറെഡി അവർ നോട്ടീസ് അയച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ, ഞങ്ങളിത് ടാർ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞോളൂ. പിന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണം. ശരിക്കും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ലൈൻ കണ്ടില്ലേടി, കണ്ടിന്യൂസ് ലൈൻ ഉള്ളിടത്ത് ട്രാഫിക് മറ്റേ അവരുടെ ഇതനുസരിച്ച് ഡേഞ്ചർ ഏരിയ ആണ്. ഈ വിട്ട് ലൈനിൽ വന്നില്ല, അവിടെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ളത്.
വിട്ട് ലൈൻ കണ്ടോ. നല്ല വളവുള്ള സ്ഥലത്താണ് ഒരു കണ്ടിന്യൂസ് ലൈൻ. അത് വളവ് ആണെന്നുള്ളത് നമ്മളെ ഇൻഫോം ചെയ്യണതാണ്. ഇത് കണ്ടില്ല, ഇവിടെ കണ്ടിന്യൂസ് ഉണ്ടോ? ഇവിടെ അവർ കൊടുത്തിട്ടില്ല, കുഴപ്പമില്ലായിരിക്കും. അത് ഫ്രണ്ട് കാണാം, അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തത്. കണ്ടില്ല, റൂട്ട് നമുക്ക് മൊത്തത്തിൽ വിസിബിൾ അല്ലാത്ത സ്ഥലത്താണ് അവർ ഇത് കൊടുക്കുകയുള്ളൂ. ഇന്നിപ്പോൾ മറ്റോടത്ത് തിരുവാങ്ങത്തൊക്കെ തിരക്കായിരിക്കും. ചെയ്യാൻ്റെ ഒരു വഴി പോകണം. അടുത്ത തിരക്ക് കണ്ടിട്ട് അങ്ങോട്ടും തിരക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ പക്ഷേ ഈ ലോറികളൊന്നും പീക്ക് ട്രാഫിക്കിലും ബാൻ ചെയ്തിട്ടില്ല. മിക്ക സ്റ്റേറ്റുകളിലും പീക്ക് ട്രാഫിക്കിൽ ലോറികൾ അവർ ബാൻ ചെയ്തു. കാരണം ലോറി രാവിലെ 8 to 12, വൈകിട്ട് 4 to 8, അങ്ങനെ 4-8 മണിക്കൂർ ലോറികൾ ട്രാവൽ ചെയ്യാൻ പാടില്ല മിക്ക സ്ഥലങ്ങളിലും. ട്രാഫിക് ഏറ്റവും കൂടുതലുള്ള സമയമല്ലേ അത്. പക്ഷെ ഇവിടെ കേരളത്തിൽ ചെയ്തിട്ടില്ല, എന്താണെന്നറിയില്ല. ബാക്കി മിക്ക സ്റ്റേറ്റുകളിലും അറ്റ്ലീസ്റ്റ് സിറ്റി ഏരിയകളിലൊക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാവിലെ 4 to 12, അതായത് പീക്ക് ട്രാഫിക്കുള്ള സമയത്ത് ഇങ്ങനെയുള്ള ലോറികൾ ബാൻ ചെയ്യും. ഇത് കണ്ടില്ല, ഇങ്ങനെയുള്ളത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് രാവിലെയുള്ള സമയത്ത് മുഴുവൻ ട്രാഫിക് ഇഷ്യൂ ആവും. ബ്ലോക്കാണുള്ളത്. ഇത്ര വലിയ ബ്ലോക്ക് പുത്തൻകുരിശിൽ സാറിന് ഒരിക്കലും ഇതുപോലെ ബ്ലോക്ക് കാണാറില്ല. കോലഞ്ചേരി പുത്തൻകുരിശ് ഈ ഏരിയയിലൊക്കെ ട്രാഫിക് സിഗ്നലിൽ സ്ഥാപിക്കേണ്ട സമയം വളരെ. അത് ഈ നാഷണൽ ഹൈവേക്ക് ഇതിനുള്ള കാശില്ലായിരിക്കും. ഒരു ട്രാഫിക് സിഗ്നലിൽ നാഷണൽ ഹൈവേയിലേക്ക് കയറുന്ന സ്ഥലത്ത് ട്രാഫിക് സിഗ്നലിൽ വിടാൻ മാത്രമുള്ള പൈസ ഇല്ലാത്ത ആളാണ് ഈ ഗഡ്കരിയും കുട്ടിയൊക്കെ. അത് ഇനിയിപ്പോൾ ഇത് ഇവിടുത്തെ ലോക്കൽ ബോഡിയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നാഷണൽ ഹൈവേ ആണോ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവർക്ക്, അതെയോ മറ്റേ ഇവരില്ലടേ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ജീവിതത്തിൽ ചെയ്യൂല. പക്ഷെ അതൊക്കെ നാഷണൽ ഹൈവേയുടെ അണ്ടറിൽ വരുന്നതാണ്. കാരണം ഹൈവേട്ട് കയറുന്ന വണ്ടികളാണ് അത് സേഫായിട്ട് കയറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയല്ലേ. അത് പാർലമെൻറ്റിലെ നിയമം മാറ്റിയിട്ട് അത് അവരുടെ കീഴിൽ കൊണ്ടുവരണ്ട. ഹൈവേട്ട് വണ്ടി കയറുന്നിടത്ത് ഉള്ള ട്രാഫിക്ക് അവർ കൺട്രോൾ ചെയ്യേണ്ടതാണ്. മറ്റു റോട്ടിൽ നിന്ന് ഹൈവേട്ട് കയറുന്നിടത്തുള്ള അത് പ്രോപ്പറായിട്ട് ഗ്രീനും റെഡും ലൈറ്റ് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടതാണ്. റോഡ് മൊത്തം ബ്ലോക്കാണ്. എത്ര വലിയ ബ്ലോക്ക് ചെയ്യും പുത്തൻകുരിശ് ജംഗ്ഷനിൽ. ആ ഒരു വണ്ടി, ആ ലോറിയാണ് ഈ ബ്ലോക്ക് മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുമ്പിൽ വണ്ടി ഉണ്ടോ? ആ
ക്രെയിൻ കൊണ്ടുപോകാൻ അവനൊക്കെ രാത്രി കൊണ്ടുപോകാൻ പാടില്ല. ഈ രാവിലെ 8 മണി 9 മണി സമയം വരെ നോക്കി വെക്കേണ്ട കാര്യമായിരുന്നു ഈ ലോറി ക്രെയിൻ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായി. മഹീന്ദ്രയുടെ ലോറിയാണ്. കുറേ എണ്ണമുണ്ട്. ഒരു കാർ കയറ്റാനായിട്ട് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് എത്തിക്കയറ്റാനായിട്ടാണ് നോക്കുക. Beep.